ഹലോ എല്ലാവർക്കും നമസ്കാരം. നീ ഹാവ്. ഇന്നത്തെ വീഡിയോ ചൈനയിലെ താങ്കുവിൽ നിന്നാണ്. താങ്കു എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റാണ്, ഒരു ഓൾഡ് സിറ്റിയാണ്. അതായത് ഇവിടെ കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. അവരുടെ മക്കളൊക്കെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ജോബിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് മാറി താമസിക്കുമായിരിക്കും. ചൈനീസ് കൾച്ചർ അനുസരിച്ച് ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു മകനോ മകളോ ഒക്കെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കും. അച്ഛനും അമ്മയും ഒരു വീട്ടിൽ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. അങ്ങനെയാണ് ഒരാഴ്ചയിൽ ഒരിക്കൽ വരികയും അവരെ കാണുകയും ഒക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നു. അങ്ങനെയൊക്കെയാണ് ചൈനീസ് കൾച്ചർ. ഇപ്പം കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും അവരെ നോക്കുന്നത്. മക്കൾ ദൂര സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ചൈനീസ് കൾച്ചർ എന്ന് പറയുന്നത്. എത്ര പ്രായമായ ആളുകളാണെങ്കിലും അവർ മാക്സിമം എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ഇപ്പം പോകുന്നത്. അതായത് ഇവിടെ ഒരുപാട് ലോക്കൽ മാർക്കറ്റ്സും റെസ്റ്റോറൻറ്റും ഒക്കെയുണ്ട്. പൊതുവേ ടേഡ എന്ന് പറയുന്ന സ്ഥലത്തെ അപേക്ഷിച്ച് വിലക്കുറവായിരിക്കും ഇവിടെ സാധനങ്ങൾക്ക്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് താങ്കു. ചൈനയിൽ നല്ല വൃത്തിയുള്ള റോഡുകളുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പിന്നെ ആളുകളുടെ സേഫ്റ്റി ഇവിടുത്തെ ഗവൺമെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലായിടത്തും ക്യാമറയുണ്ട്. അപ്പോൾ ഈ ലോക്കൽ മാർക്കറ്റിനകത്തേക്കുള്ള മെയിൻ എൻട്രൻസ് ഇതാണ്. ഇവിടെ പലതരത്തിലുള്ള ഷോപ്സ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ചെടികളുടെ ഏരിയയാണ്. അതായത് പലതരത്തിലുള്ള ചെടികൾ, അതിൻ്റെ തൈ, അതിൻ്റെ വിത്തുകൾ, അതിനിടുന്ന വളം, അടുത്തൊരു ഷോപ്പിലായിട്ട് വെള്ളാരം കല്ലുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ വിട്ടിലിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വിട്ടിലിനെ ഇവിടുത്തെ ആൾക്കാർ വീട്ടിൽ വളർത്താറുണ്ട്. ഇതിന് സ്പെഷ്യലായിട്ടുള്ള കൂടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കൂട്ടിലിട്ട് വിട്ടിലിനെ വളർത്താറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പുട്ടുപോലെ ഉള്ള ഒരു ഭക്ഷണമാണ്. ഇവിടുത്തെ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇതുവരെ ചിരട്ടപ്പുട്ട് പോലെ ആവിയിൽ പുഴുങ്ങിയിട്ട് അത് എടുക്കും. ഇത് ഉപ്പിടാതെ അരിപ്പൊടിയിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ്. അതിനുശേഷം ഇവരിത് ജാം പോലെയുള്ള പല കളറിലുള്ള ജാമുണ്ട്, അത് ചേർത്തിട്ടാണ് ഇവരിത് കഴിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ലോക്കൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ കുറേ അധികം വെജിറ്റബിൾസിൻ്റെ ഏരിയയാണ്. വെജിറ്റബിൾസ്, സോസേജ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഓരോന്ന് വിൽക്കുന്നതാണ്. കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ. അപ്പോൾ ഇത് സോസേജാണ്, എന്തോ മീറ്റിൻ്റെ ഐറ്റംസൊക്കെയാണ്. അങ്ങനെ ഇവിടെ പിന്നെ കുറേ അധികം ചൈനീസ് വിദ്യാർത്ഥികളുണ്ട്. ചൈനീസ് ഭാഷയിൽ ആളുകൾ പരസ്പരം ഹലോ എന്ന് പറയുന്നത് നീ ഹാവ് എന്നാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒരു ചൈനീസ് ചേട്ടൻ ഹലോ പറഞ്ഞതാണിത്. ഇവിടെ കുറേ അധികം പാത്രത്തിൻ്റെ സെക്ഷനാണ്.
ചൈനയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതലും പേയ്മെൻറ്റ് നടക്കുന്നത് വിചാറ്റ് അല്ലെങ്കിൽ അലിപേ ഉപയോഗിച്ചിട്ടാണ്. ഒരു QR കോഡുണ്ട്, അത് സ്കാൻ ചെയ്തിട്ടായിരിക്കും പേയ്മെൻ്റ് എല്ലാം നടത്തുന്നത്, നാട്ടിലെ ഗൂഗിൾ പേ ഒക്കെ പോലെ. ഈ മാർക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇരുന്നിട്ട് അവരുടെ സാധനങ്ങൾ വിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമായവർ ഭയങ്കര ആക്റ്റീവാണ്, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നു, എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു. അങ്ങനെയൊക്കെ ഇവിടെ കുറേ പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പുകളാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചൈനീസ് അപ്പച്ചൻ ഇരിപ്പുണ്ട്, ക്യൂട്ടായിട്ടുള്ള ഒരു അപ്പച്ചൻ ഇരുന്ന് സൂപ്പർന്ന് കാണിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ കാണിച്ചതാണ്. ഞാനൊരു നീഹാവ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചൈനയിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.